പ്രപഞ്ച രഹസ്യങ്ങൾ തേടിയുള്ള മനുഷ്യന്റെ യാത്രയ്ക്ക് ഏകദേശം മനുഷ്യോൽപത്തിയോളം തന്നെ പഴക്കമുണ്ട്. എങ്കിലും ഇതുവരെ ഭൂമിയിൽ മാത്രമാണ് ജീവൻ നിലനിൽക്കുന്നതായി നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. വേറെ പല ഗ്രഹങ്ങളിലും ജീവൻ നിലനിൽക്കുന്നുണ്ട് എന്ന അവകാശവാദങ്ങളുണ്ടെങ്കിലും ശാസ്ത്രീയമായ യാതൊരു തെളിവും അതിനുണ്ടായിട്ടില്ല. ഒരു നക്ഷത്രവും അതിനു ചുറ്റും കുറച്ച് ഗ്രഹങ്ങളും. ഉദാഹരണമായി നമ്മുടെ സൗരയൂഥം തന്നെ എടുക്കാം. സൂര്യനിൽ നിന്നും ഭൂമിയിലേക്കുള്ള ദൂരം അത് ഒരു ഡെഫിനിറ്റ് ദൂരമാണ്. അതിന് വളരെ പ്രാധാന്യമുള്ളതാണ്. ഭൂമി സ്ഥിതി ചെയ്യുന്ന ആ ഒരു സ്ഥാനത്തിന് പൊതുവെ പറയുന്നതാണ് ഗോൾഡിലോക്ക് സോൺ അഥവാ ഹാബിറ്റാറ്റ് സോൺ. ഈ ഒരു സോണിൽ നിലനിൽക്കുന്ന ഈ ഒരു കൃത്യമായ അളവ് പാലിച്ചിരിക്കുന്ന ഗ്രഹങ്ങളിൽ മാത്രമേ വെള്ളം ദ്രാവക രൂപത്തിൽ കാണപ്പെടുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഭൂമിയിൽ ഇത്രയധികം വെള്ളം ദ്രാവക രൂപത്തിൽ കാണപ്പെടുന്നതും ജീവൻ നിലനിൽക്കുന്നതും. ജലം, അന്തരീക്ഷം എന്നിവയുടെ ഘടന കൂടാതെ ഭൂമിയിൽ ജീവൻ നിലനിൽക്കാൻ കാരണമായ മറ്റൊരു പ്രധാന ഘടകമായ ഋതുക്കൾ അഥവാ സീസൺസ്. ഇവ എങ്ങനെയാണ് ഭൂമിയിൽ മാറി മാറി വരുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് ഇന്ന് അതിനെക്കുറിച്ച് സംസാരിക്കാം. വെൽക്കം ടു മോഷൻ ബുക്ക് ഇൻഫോടൈം. ഭൂമിക്ക് പൊതുവെ 2 തരത്തിലുള്ള മൂവ്മെന്റ് ആണുള്ളത്. ഒന്ന്, അതിന്റെ സ്വയം അച്ചുതണ്ടിൽ നിന്ന് അത് ഭ്രമണം ചെയ്യുന്നു. 2, അത് സൂര്യനെ പ്രദക്ഷിണം കൂടി വയ്ക്കുന്നുണ്ട്. ഭൂമിയുടെ സഞ്ചാരപാത ദീർഘവൃത്താകൃതിയിലാണുള്ളത്. അതായത് സാധാരണ ഒരു വൃത്തത്തെ നമ്മളെടുത്ത് സ്ക്വീസ് ചെയ്താൽ എങ്ങനെയിരിക്കും? അതാണ് ദീർഘവൃത്താകൃതി. ഭൂമി സൂര്യനെ പരിക്രമണം ചെയ്യുന്നതായിട്ട് നമ്മൾ പറഞ്ഞല്ലോ, അത് ദീർഘവൃത്താകൃതിയിലാണ് ചെയ്യുന്നത്. ഈ ഒരു സമയത്ത് ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ എന്താ വിചാരിക്കുക? അകന്നിരിക്കുന്നതിനേക്കാൾ കൂടുതൽ അടുത്തിരിക്കുമ്പോഴായിരിക്കും ചൂട് കൂടുതൽ ലഭിക്കുകയാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ കാര്യങ്ങൾ വരുന്ന. ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. കേരളം അല്ലെങ്കിൽ ഇന്ത്യ അടങ്ങുന്ന ഭൂപ്രദേശം സ്ഥിതി ചെയ്യുന്നത് ഭൂമിയുടെ ഉത്തരാർദ്ധഗോളത്തിലാണ്. ഉത്തരാർദ്ധഗോളത്തിലെ പ്രദേശങ്ങളിൽ സൂര്യൻ പൊതുവെ അകന്നിരിക്കുമ്പോൾ ചൂട് വളരെ കൂടുതലായിട്ടാണ് ലഭിക്കുക. എന്താണ് ഇതിന് കാരണമെന്ന് നമുക്ക് നോക്കാം. ഭൂമി അതിന്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ നിന്നാണ് ഭ്രമണം ചെയ്യുന്നതെന്ന് നമുക്കറിയാമല്ലേ. അതുകൊണ്ട് തന്നെയാണ് ഭൂമിയിൽ രാത്രിയും പകലും മാറി മാറി ഉണ്ടാവുന്നത്. ഈ ഒരു സാങ്കല്പിക അച്ചുതണ്ട് ചെറിയൊരു ചെരുവുണ്ട്. അതുകൊണ്ട് തന്നെ ഭൂമി സൂര്യനെ പരിക്രമണം ചെയ്യുമ്പോഴും ത്രൂ ഔട്ട് ഈ ഒരു ചെരുവ് മെയിൻറ്റെയിൻ ചെയ്താണ് പരിക്രമണം ചെയ്യുന്നത്. അതുകൊണ്ട് എന്താണ് സൂര്യന്റെ സ്ഥാനം ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയിൽ മാറി മാറി വരുന്നതായിട്ട് നമുക്ക് തോന്നാം. അതായത് ഭൂമധ്യരേഖ പ്രദേശത്ത് നിന്ന് ഒരാൾ സൂര്യനെ വീക്ഷിക്കുകയാണെങ്കിൽ സൂര്യന്റെ സ്ഥാനം ആദ്യത്തെ 6 മാസം വടക്ക് നിന്ന് തെക്ക് ദിശയിലേക്കും പിന്നത്തെ 6 മാസം തെക്ക് നിന്ന് വടക്ക് ദിശയിലേക്കും മാറി മാറി വരുന്നതായിട്ട് തോന്നാം. ഇത് വെറും ഒരു തോന്നലാണ്. സൂര്യൻ സത്യം പറഞ്ഞാൽ അനങ്ങുന്നില്ല, അതിന്റെ പൊസിഷൻ തന്നെ നിൽക്കുകയാണ്. ഈ ഒരു പ്രതിഭാസത്തെയാണ് നമ്മൾ പറയുന്നത് അയനം. അയനം എന്ന് പറയുന്ന ഈ ഒരു പ്രതിഭാസം മൂലം ജൂൺ 21 സൂര്യരശ്മികൾ ഉത്തരായന രേഖയ്ക്ക് ലംബമായി അഥവാ പെർപെൻഡിക്കുലർ ആയിട്ടാണ് പതിക്കുന്നത്. പിന്നീട് ഭൂമി സൂര്യനെ കണ്ടിന്യൂസ് ആയിട്ട് പരിക്രമണം ചെയ്തു വരുന്നതിൻ്റെ ഭാഗമായി സെപ്റ്റംബർ 23 ഇതിൻ്റെ സ്ഥാനം മാറി സൂര്യരശ്മികൾ ഭൂമധ്യരേഖയ്ക്ക് നേരെ പതിക്കുകയാണ് ഉള്ളത്. ഈ ഒരു സമയത്ത് ഉത്തരാർദ്ധഗോളത്തിലാണ് ഏറ്റവും കൂടുതൽ സൂര്യരശ്മികൾ പതിക്കുന്നത്. അതായത് ജൂൺ 21 മുതൽ സെപ്റ്റംബർ 23 വരെയുള്ള കാലഘട്ടത്തിലാണ് സൂര്യനും ഭൂമിയും തമ്മിൽ ഏറ്റവും കൂടുതൽ അകലത്തിലുള്ളത്. പക്ഷേ ഏറ്റവും കൂടുതലായിട്ട് സൂര്യരശ്മികൾ ഈ സമയത്താണ് ഉത്തരാർദ്ധഗോളത്തിലേക്ക് പതിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉത്തരാർദ്ധഗോളത്തിൽ ഈ സമയത്ത് ഗ്രീഷ്മകാലവും ദക്ഷിണാർദ്ധഗോളത്തിൽ ഈ സമയത്ത് ശൈത്യകാലവുമായി മാറും. ഭൂമി അതിൻ്റെ പാതയിൽ സൂര്യനെ പരിക്രമണം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഡിസംബർ 22 ആകുമ്പോൾ സൂര്യരശ്മികൾ ദക്ഷിണായന രേഖയ്ക്ക് അഭിമുഖമായാണ് പതിക്കുന്നത്. പിന്നെയും പരിക്രമണം കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. മാർച്ച് 21 ആകുമ്പോൾ പിന്നെയും സൂര്യരശ്മികൾ നമ്മുടെ ഭൂമധ്യരേഖയ്ക്ക് അഭിമുഖമായി പതിക്കുന്നു. അതായത് ഡിസംബർ 22 മുതൽ മാർച്ച് 21 വരെയുള്ള ഈ ഒരു കാലയളവിലാണ് ദക്ഷിണാർദ്ധഗോളത്തിൽ ഗ്രീഷ്മവും ഉത്തരാർദ്ധഗോളത്തിൽ ശൈത്യവും അനുഭവപ്പെടുന്നത്. നമ്മൾ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചോ? സെപ്റ്റംബർ 23 എന്ന് പറയുന്ന ഡേറ്റിലും മാർച്ച് 21 എന്ന് പറയുന്ന ഡേറ്റിലും സൂര്യരശ്മികൾ ഭൂമധ്യരേഖയ്ക്ക് അഭിമുഖമായാണ് പതിക്കുന്നത്. ഈ ഒരു സമയത്ത് പകലിൻ്റെയും രാത്രിയുടെയും ദൈർഘ്യം തുല്യമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ 2 ദിവസത്തെയും പറയുന്ന പേരാണ് ഇക്വിനോക്സ്. ശൈത്യത്തിൽ നിന്നും ഗ്രീഷ്മത്തിലേക്കുള്ള മാറ്റമാണ് വസന്തകാലം. ഗ്രീഷ്മത്തിൽ നിന്ന് ശൈത്യത്തിലേക്കുള്ള മാറ്റമാണ് ഹേമന്തകാലം. ഏകദേശം ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് കിടക്കുന്നത് കൊണ്ടാണ് ഈ മാറ്റങ്ങൾ അങ്ങനെ കാര്യമായിട്ട് നമുക്ക് അനുഭവപ്പെടാത്തത്. ഭൂമിയുടെ അച്ചുതണ്ടിനുള്ള ഈ ഒരു ചെരുവ് മൂലം തന്നെയാണ് ധ്രുവ പ്രദേശങ്ങളിൽ 6 മാസം പകലും 6 മാസം രാത്രിയും അനുഭവപ്പെടുന്നത്. ഇനിയും ഒരുപാട് വർഷങ്ങൾ കഴിയുമ്പോൾ ഭൂമിയുടെ അച്ചുതണ്ടിനുള്ള ഈ ഒരു ചരിവിന്റെ ആംഗിളിന് ഇനിയും മാറ്റങ്ങൾ സംഭവിച്ചേക്കാം. അങ്ങനെ വരുമ്പോൾ അത് മൊത്തത്തിൽ ഭൂമിയുടെ ജോഗ്രഫിയെ തന്നെയാണ് ബാധിക്കുന്നത്.
സംഭവിക്കുന്നത്. അതായത് മരുഭൂമികൾ മഴക്കാടുകളാവുകയും മഴക്കാടുകൾ മരുഭൂമിയാവുകയും ചെയ്യുന്ന പ്രതിഭാസങ്ങൾ ഇനിയും ഉണ്ടായേക്കാം. ഋതുക്കൾ മാറി മാറി വരുമ്പോൾ മരങ്ങളും ചെടികളും എല്ലാം പൂക്കുന്നു, കായ്ക്കുന്നു, പിന്നീട് ഇല പൊഴിക്കുന്നു, പിന്നീട് വീണ്ടും തളിർക്കുന്നു, പുഴകൾ നിറഞ്ഞൊഴുകുന്നു. എത്ര മനോഹരമാണല്ലേ! ഇതൊക്കെ തന്നെയല്ലേ ജീവന്റെ ആധാരവും. ഇനി ഭൂമിയുടെ അച്ചുതണ്ടിന് യാതൊരുവിധ ചെരുവുമില്ല എന്നൊന്ന് വിചാരിക്കൂ. അത് നേരെ ചൊവ്വയിൽ നിന്ന് കറങ്ങുകയെന്ന് വിചാരിക്കുക. എന്തായിരിക്കും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ്? ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഏതായാലും മറ്റൊരു വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.